ലച്ചേ കേക്കാൻ കൊടുത്തിട്ട് ചുരു എന്തുവാടാ എന്തിനാണ് നീ വിളിച്ചു പോകുന്നേ? അവളിവിടെ ഇടങ്ങാണ്ടുണ്ടായിരുന്നു. എന്തിനാ മുങ്ങി? ഇത് മുങ്ങിയതാ. എതുക്ക് അവ മുങ്ങണോ? ഞാനൊന്നും പറയണില്ല. എവിടെ ചേച്ചി? എവിടെ ചേച്ചി മര്യാദക്കിടൊന്നും അല്ലെങ്കിൽ എന്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇളയിക്കണിയേ. നിക്കുന്നു നിക്കുന്നടാ. എന്താണ് പറയാൻ നിക്കണ? എന്താ ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യോ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിറങ്ങണമായിരുന്നു. പോട്ട് 5-6 തല്ലല്ലേ തീർക്കണമായിരുന്നു. കടുത്തുപോയി ചേച്ചി, കുറച്ച് കടുത്തുപോയി. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കുറച്ച് കടുത്തു പോയിരുന്നു. വൃത്തികെട്ട ഷർട്ട്. വൃത്തികെട്ട ഷർട്ട് അല്ലേ ഇത്? താൻ ആദ്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു താൻ എന്തെങ്കിലും ചെയ്യൂന്ന്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ കണ്ട കല്യാണ വീട്ടിൽ ചോറ് വിളമ്പാൻ പോയി ഉണ്ടാക്കിയ കാശ് കൊണ്ട് മേടിച്ച ഷർട്ടാണ്. ഇതാ നല്ല ഷർട്ടാ. നീ കാര്യം പറഞ്ഞൊക്കെ വിളിച്ചിട്ട് കാര്യം പറയുന്ന ഇത്രയും ചെയ്ത് വെച്ചിട്ട് കാര്യം പറയുന്നല്ലേ? ഇതെന്തോന്നിത്? അയ്യോ, ഇതിലെങ്ങനെ ഓട്ട വീണേ? അതിന് ഇതെങ്ങനെ സംഭവിച്ചെന്ന്? തേച്ചിട്ട് തേപ്പൂട്ടി എന്റെ മണ്ടയ്ക്ക് വെച്ച് കരിച്ചിട്ട് താൻ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ എന്റെ അടുത്ത്. ഞാൻ എപ്പോ തേച്ചെന്ന്? എന്തോന്നത്? കൈലി വരെ കരിഞ്ഞ്. ഇത് കണ്ട ഇവിടെ കണ്ട കൈലി വരെ കരിഞ്ഞ്. പോടാ, ഞാൻ ചെയ്തൊന്നുമല്ല. പോടന്ന്. താൻ ചെയ്തത് അല്ലെന്ന്. താൻ ചെയ്തത് പിന്നെ ഈ തേപ്പൂട്ടി ആരെടുത്ത് വെച്ച് തേക്കണത്? എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാനൊന്നും അല്ല. പോടാ. എല്ലാം വിളിച്ചാൻ പറയും കേട്ടാ. എല്ലാം വിളിച്ചാൻ പറയും. ഞാൻ വിളിച്ച് പറയും കേട്ടാ. പിന്നെ എന്റെ നല്ലൊരു ഷർട്ടാണ് കരിച്ചളഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാനൊന്ന്. എന്തോ ചേട്ടാ കാര്യം? നിന്റെ ചേച്ചി ഉണ്ടല്ലോ, നിന്റെ ചേച്ചി എന്റെ ഷർട്ട് കത്തിച്ചു മക്കളെ. അയ്യോ, എന്നാലും ചേച്ചി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. കണ്ടാ കൊച്ചൊച്ചിന്റെ മനസ്സുണ്ടാ? അമ്മൂമ്മ കണ്ട അമ്മൂമ്മ അത് എന്തോ കാണുന്നില്ല, കണ്ടുപിടിക്കുന്നില്ലടാ. ഓ, എന്തൊക്കെയായിരുന്നു ഇവിടെ. റിവെഞ്ച് അല്ലേ ഇത്? ഞാൻ എന്ത് ചെയ്യും? கேசு அந்த ஷர்ட்டை எங்கிட்ட கொடு. இந்த கிச்சன் ஸ்லாப் துடைக்கிறதுக்கு நல்லா இருக்கும்டா. 350 രൂപ ഞാൻ മേടിച്ച ഷർട്ടാണെന്ന് കിച്ചൺ സ്ലാബ് കുറയ്ക്കാൻ. പിന്നെ ഇതിന് എന്തോത്തിന് കൊള്ളാം? നീ പറ. എനിക്ക് പുതിയ ഷർട്ട് വേണം. മര്യാദയ്ക്ക് എനിക്ക് പുതിയ ഷർട്ട് മേടിച്ചു തന്നോ. ഞാൻ എന്തിനാ മേടിച്ചത്? നിനക്കോടെങ്കിൽ നീ പോയി മേടിക്ക്. താൻ ഇത് കത്തിച്ചേ എന്നിട്ട് എനിക്ക് പുതിയ മേടിച്ചോന്ന് പറഞ്ഞാ? നീ ചെയ്ത തെറ്റിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യാനാ? പോടാ അവിടുന്ന്. ചേച്ചി ചെയ്ത തെറ്റിനാണ് ഞാൻ പ്രായശ്ചിത്തം ചോദിക്കണം മര്യാദക്ക്. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ലെന്ന്. ഓ, അപ്പൊ അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലേ? അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശരി. തന്റെ ആ ഉണക്ക ജീൻസും പാന്റ് ഇതേപോലെ എല്ലാം എടുത്ത് ഞാൻ വീട് കത്തിക്കും. ഞാൻ നോക്കണം. കത്തിക്കടാ, കത്തിക്ക്. കേശു മോനെ, നൈസായിട്ട് നീ ഷർട്ട് തേക്കാൻ നോക്കി, ഷർട്ട് കരിഞ്ഞ്. എന്നിട്ട് പുതിയ ഷർട്ട് കിട്ടാൻ വേണ്ടിട്ട് നീ ഈ കേസ് എന്റെ തലയിൽ ഇടാൻ നോക്കുന്നതല്ലേ? അത് തന്നെ, അതിന് സാധ്യതയുണ്ട്. ഞാനൊന്നും ചേട്ടൊന്നുമില്ല. കൊള്ളാല്ലോ, താൻ നൈസിൽ എന്റെ തലക്കിടാൻ നോക്കുന്ന. അപ്പൊ നീ എന്റെ തലക്കിടാൻ നോക്കുന്നതാ? ചേട്ടാ, ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കേ. ചേട്ടനെ തേക്കാൻ വേണ്ടിട്ട് ചേട്ടൻ തേപ്പോട്ട് എടുത്തോന്നു. ഞാൻ എടുത്തിട്ടൊന്നുമില്ല. എന്തൊക്കെയായിരുന്നു ഇവിടെ. ലച്ചു ചേച്ചി മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. ലച്ചു ചേച്ചി തേച്ചാലേ ശരിയാവത്തുള്ളൂ. എടാ പണ്ടൊക്കെ ആയിരുന്നു, പിന്നെ ഇപ്പൊ സ്പോട്ട് കിട്ടൂടാ. ഇവൻ തേച്ചാ പെമ്പിള്ളേരുടെ ശാപമായിരിക്കും ഷർട്ട് തേഞ്ഞു പോയത്. ഞാൻ പെമ്പിള്ളേരെ തേച്ച് ഉള്ളത് മൊത്തം എന്നല്ലേ തേച്ചത്?
നീ ചെയ്ത പാവത്തിന് ഞാൻ പ്രാവശ്യത്തും ചെയ്യൂല. പോടാ അവിടെ നിന്ന്. ആണോ? ആ വേറെ പണിയുണ്ട്. താ എണ്ണി വെച്ചോളോ, ഇതെന്റെ മനസ്സിൽ കാണും. എണ്ണി വെച്ചോളാം. എണ്ണി വെക്കാന്ന്. കനാൻറ്റി, അടുക്കളയ്ക്ക് വേണ്ടിയുള്ള എന്റെ സംഭാവന 350 രൂപയാണ്, സൂക്ഷിച്ചു പോയിക്കണം. താങ്ക്സ് ഡാ കേസു. തുടയ്ക്കുമ്പോ സൂക്ഷിച്ചു തുടയ്ക്കണേ. ലച്ചു, സത്യം പറ, നീ അല്ലയോ തയ്ച്ചത്? ഒന്ന് പോയാ മുമേ, ഞാൻ അപ്പുറത്ത് നിൽക്കുമായിരുന്നു. ഈ പരിസരത്തേക്ക് പോലും വന്നിട്ടില്ല. അപ്പൊ കേശവൻ തന്നെ ആയിരിക്കും തേച്ചത്. ആർക്കറിയാം? எதுவானாலும் அம்மா எனக்கு ஒரு நல்ல கிச்சன் டவல் கிடைச்சது. நான் புதுசா ஒண்ணு வாங்கணும்னு நினைச்சிட்டு இருந்தேன் அம்மா. எனக்கு இப்ப சந்தோஷம் ஆச்சு. എന്നാ പോയാട്ടെ. இதை வச்சு இப்பவே தொடக்கலாம். സമാധാനം